എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മിക്കവാറും ഞാൻ അത്യാവശ്യം വീട്ടിൽ വാഴയും കപ്പയൊക്കെ നടന്നാണെന്ന് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വാഴേൻ്റെ തൂക്കൊക്കെ ഞാൻ ഇട്ടിരുന്നു. അപ്പോൾ രാവിലെ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യം പറയാനുള്ളത്, പിന്നെ ഞാനൊരു 50 ചൂട് കപ്പ ഇട്ടിരുന്നു. അതിൽ ഞാൻ കാണിക്കാം. ഇന്നലെ രാത്രി നമ്മുടെ കുറച്ച് നാട്ടുകാർ വന്നിട്ട് തിന്നുപോയി. പന്നിയാണ്. അതിലൊരു ഒരെണ്ണം ബാക്കിയുണ്ട്, 2 ബാക്കിയുണ്ട്. അത് ഞാൻ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കപ്പയുടെ വലിപ്പവും നമ്മുടെ പുറത്ത് ഉപയോഗിച്ചതിൻ്റെ ഗുണമൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഗ്രോമാജിക്കും ഭൂഗസ്ത്രീ MS സ്പ്രേ മാത്രമേ ഉപയോഗിച്ചത്. അപ്പോൾ ഞാനിത് ബാക്കി ഒരെണ്ണം മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇപ്പോൾ കാണിക്കാം, പന്നി മാന്തി കാണിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കൃഷി. ഇത് കിട്ടിയിട്ടില്ല, ഇത് ലേശം കൂടി മാന്താനുണ്ട്. അപ്പോൾ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ കിഴങ്ങും ഒരു 2 കിലോൻ്റെ അടുത്തുണ്ടാവും. അപ്പോൾ ഒരു 10, 11, 1, 2, 3, 4, 5, 6, 7, അപ്പുറത്തേക്ക് സെൻറ്ററിലേക്ക് പറഞ്ഞ കൂടി 8, 1, 9, 18 കിലോ, ഏകദേശം ഒരു 15 കിലോ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പന്നി കുത്തിയെ കാണിച്ചുതരാം. അപ്പുറത്തല്ലായിരുന്നു. ഇനിയിപ്പോൾ പറിക്കാനുള്ള വാഴ ഇതിൻ്റെ തണ്ട് കണ്ടില്ലേ, നല്ല സൂപ്പർ വണ്ണോൾ തണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കിഴങ്ങും നല്ല വലുപ്പമായിരിക്കും. അടുത്തേക്ക് പറിക്കാനുള്ളതാണ്, പറിക്കാനുള്ളത് ഇത്ര വലുപ്പം വെക്കും. ഈ കുറച്ച് അങ്ങോട്ടുണ്ട്. പന്നി വന്ന് കാണിക്കും. ഇതൊക്കെ പന്നി ഇന്നലെ മാന്തിയാണ്. ഒരു 10-20ഓളം ചൂട് മാന്തിപ്പോയി. നമ്മുടെ കപ്പ വിളവെടുപ്പാണ്. ഇത് മൂപ്പായിട്ടില്ല, പക്ഷേ പന്നി അനുവദിക്കാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു മുരട് പറിച്ചാണ്. അതിൻ്റെ ഏകദേശം 2-2.5 കിലോ ഉണ്ട് ഓരോ കിഴങ്ങുകൾ. അപ്പോൾ എനിക്ക് തന്നെ ഈ തണ്ടടക്കം തൂക്കി പിടിക്കാൻ പറ്റുന്നില്ല. ഏകദേശം ഒരു 15-ന് മേലെ കാണാൻ സാധിക്കും തൂക്കത്തിൽ. ഭൂഗസ്ത്രീയും ഗ്രോമാജിക്ക് MS സ്പ്രേ ആണ്. അപ്പോൾ അത് മൂപ്പായിട്ടില്ല. മൂപ്പാകാൻ ചിലപ്പോൾ ഇനി ഒരു 2-3 കിലോ കൂടി കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് പന്നി ഇന്നലെ പറിച്ചു കളഞ്ഞാണ്. അതിൽ എത്ര കിഴങ്ങുണ്ട് ഞാൻ പറഞ്ഞുതരാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 കിഴങ്ങാണ് ഇതിനകത്തുള്ളത്. 14 കിഴങ്ങ് ഓരോ കിലോ കൂട്ടിയാൽ തന്നെ നമുക്ക് 14 കിലോ ഉണ്ടാവും. ഓരോ കിലോ കൂട്ടിയാൽ നല്ലപോലെ മൂക്കാണെങ്കിൽ 17-18 കിലോൻ്റെ അടുത്ത് വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ കൊല്ലം എനിക്ക് അങ്ങനെ കിട്ടിയതാണ്. എന്തായാലും കുറേ സാധനം പോയി നോക്കണ്ട, പന്നി ജീവിക്കണ്ടേ. അത് അടുത്ത ഏത്തവാഴയാണ്. പിന്നെ ഇങ്ങോട്ട് അതിൻ്റെ കൂടെ തന്നെ വെച്ച പൂവമ്പാഴയാണ്. പൂവമ്പാഴ ഒരു 10 തന്ന് ഞാൻ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തോട്ടമാണ് കാണുന്നത്. കുറച്ച് സ്ഥലത്ത് ഉള്ളതിനനുസരിച്ച് ചെയ്താണ്. ഈ വള്ളിയാണ് നമ്മുടെ കുമ്പളങ്ങ വള്ളിയാണ്. അതേപോലെ തന്നെ ഞാൻ നിൽക്കൊരു കാര്യം കാണിച്ചു തരാം. ഞാൻ ഫാമിൽ നിന്ന് 2 കപ്പളങ്ങ തൈ വാങ്ങിച്ചാണ്. 1 തന്നെ കേട്ടോ. ഇത് കപ്പളങ്ങ പൂക്കുന്നേ ഉള്ളൂ, പൂ ആകുന്നേ ഉള്ളൂ. ഒരേ സമയത്ത് വെച്ചാൽ ഇതിൻ്റെ തണ്ടും വ്യത്യാസം കണ്ടോ. ഒരേ ടൈമിൽ വെച്ചോ. അതിൻ്റെ കായ ഉണ്ടോ. ഏകദേശം നമുക്കൊരു 120 കായ ഉണ്ടായിരുന്നു. കപ്പളങ്ങ നല്ല വലിപ്പമുണ്ട്, നല്ല ടേസ്റ്റുമാണ്. പഴുത്താൽ തിന്നാൻ നല്ല ടേസ്റ്റുമാണ്. ഇത് കുറേ ആൾക്കാർ പറിച്ചുകൊണ്ട് പോയിട്ടോ. പറിച്ചു കൊണ്ടതല്ല, ഞാൻ കൊടുത്താണ്.